സംസ്ഥാനത്ത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ 80% നിരോധിത പ്ലാസ്റ്റിക്കുകളാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും അനാസ്ഥയാണ് ഇപ്പോഴും നിരോധിത പ്ലാസ്റ്റിക്കുകളുടെ ഉൽപ്പാദനവും വിപണനവും തുടരാൻ കാരണമെന്നാണ് ആക്ഷേപം. ഇതേസമയം കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം നിർമ്മിച്ച ബയോഡീഗ്രേഡബിൾ പേപ്പർ ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനോ നിരോധിത പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം തടയാനുള്ള ബോധവൽക്കരണം നൽകാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. സംസ്ഥാനത്തെ ശുചിത്വ രംഗത്ത് ഏറ്റവും ഭീഷണി ഉയർത്തുന്നത് ഇന്നും നിരോധിത പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗവും ഇവ സംസ്കരിക്കുന്നതിനുള്ള വെല്ലുവിളികളുമാണ്. ഹരിതകർമ്മസേന സംസ്ഥാനത്ത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമടക്കം ശേഖരിക്കുന്ന മാലിന്യത്തിൽ 80% നിരോധിത ഇനത്തിൽപ്പെട്ട പ്ലാസ്റ്റിക്കുകളാണ്. ഹരിതകർമ്മസേന എടുക്കുന്ന ഉൽപ്പന്നം ഇപ്പം ആക്ച്വലി അത് റീസൈക്കിൾ ചെയ്ത് വേറെ ബൈ പ്രോഡക്റ്റ് ആക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിൽ കൊള്ളാം. പക്ഷേ ഇപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ഇതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 80% റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത, ഇപ്പം ഫുഡ് പാക്ക് ചെയ്യുന്ന മൾട്ടി ലെയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒരു രീതിയിലും അതിനെ രണ്ടാമത് റീസൈക്കിൾ ചെയ്യാൻ സാധ്യമല്ലെന്നാണ് എൻ്റെ നോളജ്. നിരോധിത പ്ലാസ്റ്റിക്കുകളുടെ ഉൽപ്പാദനവും ഇറക്കുമതിയും വിൽപ്പനയും തടയുന്നതിൽ സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കേരളത്തിൽ ആവശ്യം വേണ്ട നിരോധിത ഉൽപ്പന്നത്തിന് ബദലായിട്ടുള്ള ഉൽപ്പന്നം സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ നിരോധിത ഉൽപ്പന്നം കൂടുതലായിട്ട് ഇവിടെ എത്തുന്നത് മാത്രം ഈ ഉൽപ്പന്നങ്ങൾക്ക് സെയിൽ വളരെ കുറവാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തടയുന്നതിൽ പരാജയപ്പെടുന്നതായും ഇത് ഉയർത്തുന്ന ആരോഗ്യ ഭീഷണി ഗൗരവമായി കാണുന്നില്ലെന്നും ആക്ഷേപം നിലനിൽക്കുന്നു. ഇപ്പൊ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല മെറ്റീരിയലും മില്ലുകളുടെ സാധനം എടുത്തിട്ട് തോന്നിയ മാതിരി പ്ലേറ്റ് അടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ചെക്കിംഗ് ഉണ്ടായാലാണ് അതൊക്കെ നിൽക്കുള്ളൂ. ഇപ്പൊ കേരി ബാഗിന് പകരം ഒരുപാട് പേപ്പർ ബാഗുകൾ വരുന്നുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സർക്കാർ അതിന് നടപടികൾ, നിയമം മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. അതിന് നടപടികളിലൂടെ ഒരു താൽക്കാലിക ചില സമയങ്ങളിലുള്ള ഒരു ചെക്കിങ്ങോട് കൂടിയിട്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് ഒരുപാട് ആളുകൾ കൂടി ചെയ്യുന്ന നിരോധിക്കപ്പെട്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന കമ്പനികൾ തന്നെയാണ്. അവരൊക്കെ നിയമം വന്നപ്പോൾ മാറ്റി ചിന്തിച്ച് പുതിയ സംരംഭം തുടങ്ങിയപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും നമുക്ക് പരിപൂർണമായിട്ടുണ്ടാവണം. ഏറെ വെല്ലുവിളികൾ നേരിട്ട് ബയോഡീഗ്രേഡബിൾ പേപ്പർ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അവയുടെ പ്രചരണം ഊർജിതമാക്കാനും നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗം തടയാനും സർക്കാർ തയ്യാറാകണമെന്ന് കേരള ബയോഡീഗ്രേഡബിൾ പേപ്പർ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.